എല്ലാ ശിവരാത്രിക്കും നമ്മൾ ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ വരും. പാലക്കാട് ചിറ്റൂരാണ് നമ്മുടെ കുടുംബക്ഷേത്രം വരുന്നത്. അപ്പോൾ ശിവരാത്രി ദിവസം വൈകിട്ടാണ് ഞങ്ങൾ എപ്പോഴും പോകാറുള്ളത്. അപ്പോൾ അമ്മ അവിടേക്ക് കൊടുക്കാനായിട്ട്, പൂജയ്ക്ക് കൊടുക്കാനായിട്ട് മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാവ് ഇങ്ങനെ ഉരുട്ടിയത്, മാവ് വിളക്കെന്നാണ് പറയുന്നത്. ശർക്കരയും അതേപോലെ തന്നെ അരിമാവില്ലേ, അരിപ്പൊടിയും കൂടെ ഇങ്ങനെ കുഴച്ചുണ്ടാക്കുന്നതാണ്. പച്ച മാവാണ്, വേവിച്ചൊന്നുമല്ല. അതിങ്ങനെ ശർക്കര പാനിയാക്കിയിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കുന്നതാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് തിരി കത്തിച്ച് അങ്ങനെയാണ് പൂജയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വലം വെച്ചിട്ട് വന്നിട്ട് അവിടെ 5-6 ദൈവങ്ങളുണ്ട്. അപ്പോൾ അവിടെ എവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ തിരുമേനിയുടെ കൊടുക്കുക. അപ്പോൾ അവരത് പൂജ കഴിച്ചിട്ട് തിരിച്ചു തരും. മാവിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തേങ്ങയും പഴവും കർപ്പൂരം, സാമ്പ്രാണി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഈ മാവ് നമുക്ക് തിരിച്ചു തരും. അപ്പം നമ്മളവിടെ ഉള്ളവർക്കൊക്കെ ഈ മാവ് കഴിക്കാനായിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ബാക്കിയുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ മാവ് ഇങ്ങനെ തേങ്ങാപ്പൂൾ എന്ന് പറയുന്ന തേങ്ങാപ്പൂൾ കരിക്കയൊക്കെ വെച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ആ സമയത്ത് അതേ കുടുംബത്തിലുള്ളവരൊക്കെ വരാറുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചിലരൊക്കെ മാവിളക്ക് കൊടുക്കാറുണ്ട്, ചിലർ പൂവായിരിക്കും കൊടുക്കുന്നത്. അവിടെ അന്ന് മാരിയമ്മൻ പൂജയൊക്കെ രാവിലെയൊക്കെ നടക്കും. ചിലർ അവിടെ തന്നെ സ്റ്റേ ചെയ്യാറുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ക്ഷേത്രം. നല്ല പഴക്കമുള്ള ക്ഷേത്രമാണ്. അപ്പോൾ ഞങ്ങൾ പൂജയ്ക്കൊക്കെ കൊടുത്തിട്ട് എല്ലാം തിരിച്ചു കിട്ടി. തേങ്ങയും പഴവും മാവും ഒക്കെ തിരിച്ചു കിട്ടി. അപ്പോൾ നീരും ആ മാവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവനൊരു പീസ് കൊടുത്തു. നേരത്തേക്ക് വരുമ്പോൾ അവൻ തീരെ ചെറുതായിരുന്നു. അപ്പോൾ അവിടെ അനിയൻ്റെ കുഞ്ഞും അനിയൻ്റെ വൈഫിൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. പിന്നെ 2 പേരും കൂടെ, ചേട്ടനും അനിയനും കൂടെ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ചങ്ങ് പോന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം.